ഞാനൊന്ന് തൊഴുതോട്ടെ എൻ്റെ മോളെ. അമ്മേ, എന്തമ്മ ഇത്? ബാലേട്ടാ, നമ്മുടെ രാഘവനെ കണ്ട? എന്താടാ ഗുരുവി കാര്യം? ഒരു അത്യാവശ്യ കണ്ടെങ്കി കണ്ടെന്ന് പറ. ഇരുട്ടിയപ്പോ രാഘവൻ ഹാർബറിന്റെ ഭാഗത്തേക്ക് പോകുന്നുണ്ടോ? അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. നീ ഒന്ന് പോയി നോക്ക്. എന്താടാ? രാഘവ, രാഘവ, നമുക്ക് എങ്ങനെയെങ്കിലും ബാലമണി രക്ഷിക്കണം. സമയമല്ല, പെട്ടെന്ന്. എന്താ എന്താ കാര്യം? രാഘവ, നമ്മുടെ കൊച്ചിന്റെ ഓപ്പറേഷനുള്ള കാശ് ബാലാമണി കൊടുത്തു. കുറച്ചൊന്നും അല്ല, ഒരു കുന്നുപോലെ സ്വർണ്ണാഭരണങ്ങൾ. അത് വിറ്റ ലക്ഷക്കണക്കിന് രൂപ കിട്ടും. അത് മുഴുവൻ കാർത്തേന ചേച്ചിയുടെ കയ്യിലേക്ക് എടുത്തു കൊടുത്തു. അവൾക്ക് ഇത് എവിടുന്നാ? അതൊന്നും എനിക്കറിയില്ല. ദൈവം പറഞ്ഞു വിട്ട ഒരു പെങ്കൊച്ചാ അത്. അതിനെന്തെങ്കിലും പറ്റിയ കൂട്ട ആത്മഹത്യ നടക്കും. നിന്റെ വീട്ടില് ചിലപ്പോ വിഷമം സഹിക്കാതെ ഞാൻ പോലും. എടാ, ബാക്കിലെ വാതിലിന്റെ കൊളുത്ത് അത് ഞാൻ ഊരി വെച്ച് പോയി. നീ വേഗം ജീപ്പിൽ കയറ്, വാ. പുറകുവശത്തെ വാതിലൂടെ വേണം അകത്ത് കയറാൻ. എനിക്കൊപ്പം രണ്ടുപേരും അകത്തു വരണം. കഴിവതും ആരും ഉണരാതെ ശ്രദ്ധിക്കണം. രാഘവന്റെ ഇളയ അനിയത്തിക്കൊപ്പമായിരിക്കും ബാലാമണി കിടക്കുന്നത്. അനിയത്തി കൊച്ചു പെട്ടെന്നൊന്നും ഉണരില്ല. അതൊരു അസുഖക്കാരിയല്ലേ. മരുന്നിന്റെ സെഡേഷൻ കാണും. ആരെങ്കിലും ഉണർന്നാലോ? ഉണർന്ന ബഹളുണ്ടാകും, അതുറപ്പാ. 10 ആണിന്റെ ധൈര്യമുണ്ട് രാഘവന്റെ അമ്മയ്ക്ക്. അത് ഓർമ്മ വേണം. അതുകൊണ്ട് സൂക്ഷിക്കണം. നമുക്ക് പരിക്ക് പറ്റിയാലും അവർക്കൊന്നും സംഭവിക്കരുത്. വാ. വേഗം വിട് രാഘവ.
അപ്പു വേണ്ട. എടാ, വേണ്ടെന്നല്ലേ പറഞ്ഞത്. രാഘവ, നിനക്കിത് എന്താ പറ്റി? അപ്പു നീ ഇപ്പൊ പോ, എനിക്കൊരു തെറ്റ് പറ്റിയതാ. ദേ, എന്റെ ഇടയ്ക്ക് അഭ്യാസം ഇറക്കരുത്. നീ എന്താടാ എന്നെ പൂട്ടാനുള്ള തീരുമാനത്തിലാണോ? അല്ല, നീ ഇപ്പൊ പോ, ഞാനെല്ലാം പിന്നെ പറയാം. നീ ഒരു പുല്ലും പറയണ്ടാ. ഇത് എന്താ ഈ കളിയെന്നാ എനിക്ക് മനസ്സിലാകാത്തത്. കാർത്തു ചേച്ചിക്ക് എന്നെ അറിയാം. ദാ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ഇനി ചെവി അറിയാതെ ഈ പെണ്ണിനെ ഇവിടുന്ന് പൊക്കണമെന്ന് നിങ്ങളുടെ ഈ മോനാ എന്നോട് പറഞ്ഞത്. ഇവിടെ കൊല്ലാൻ ആൾക്കാർ പുറത്ത് കാത്തു നിൽപ്പുണ്ട്. അതിന് കൊട്ടേഷൻ എടുത്താ നിങ്ങളുടെ ഈ മോൻ. അപ്പു മതി പറഞ്ഞത്. നീ പോടാ. നിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയണം. നീ തന്നെ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് നീ തന്നെ രക്ഷിക്കാൻ വരുന്നോടാ. എന്താടാ നിന്റെ ഉദ്ദേശം? രാഘവ, എന്താടാ ഞാൻ ഈ കേൾക്കുന്നത്? അമ്മ ബാക്കി കൂടി കേൾക്കണം. പോലീസുകാരുടെ നോട്ടപ്പുള്ളിയായ ഗുണ്ടാത്തലവനാണിവൻ. വെറും രാഘവനല്ല, അള്ളു രാഘവൻ. ഈ പെങ്കൊച്ചിനെ കൊല്ലാൻ കൊട്ടേഷൻ എടുത്ത് ഇവനാ. 15 ലക്ഷം രൂപയ്ക്ക്. കാല് വെട്ടാനും കൈവെട്ടാനും പ്രത്യേകം കൂലി വാങ്ങുന്ന വാടക ഗുണ്ടയവൻ. പൂട്ടാൻ നോക്കിയാ അത്ര പെട്ടെന്ന് പൂട്ടിൽ വീടിടാ ഞാൻ. നമുക്ക് കാണാം. വരണടാ. നീയാണോടാ അള്ളു രാഘവൻ? പറ, നീ ഗുണ്ടയാണോ? പറയടാ. അള്ളു രാഘവനെന്ന് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അത് നീയാണോടാ? നിന്റെ വായിൽ എന്താടാ നാക്കില്ലേ? നീ തല്ലാനും കൊല്ലാനും നടക്കുന്ന ഗുണ്ടയാണോ? എന്നാലും എന്റെ ബാലിച്ചെ കൊല്ലാൻ നോക്കി ഏട്ടൻ. കൊല്ലാനല്ലായിരുന്നു, ഇവിടുന്ന് കടത്തിക്കൊണ്ടു പോവാൻ. ബാലാമണിയെ കൊണ്ടുപോകാൻ ശ്രമിച്ചോടാ നീ? അതിന് നീ കാശ് വാങ്ങിച്ചോടാ? വാങ്ങിച്ചോന്ന്? വാങ്ങിച്ചു. കൊച്ചിന്റെ ഓപ്പറേഷൻ കാശുണ്ടാക്കാൻ എനിക്ക് വേറെ മാർഗം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കാശുണ്ടാക്കാനുള്ള മാർഗം ഇതാണോ? എന്നെ കൊല്ലാൻ രാഘവൻ മെനക്കെടണ്ട. ഇനി ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചു വരാത്തവണ്ണം ഞാൻ ഈ നാട് വിട്ട് പൊയ്ക്കോളാം. നേരെ ഒന്ന് വെളുത്തോണ്ട്. ബാലാമണി ഈ വീട് വിട്ടിറങ്ങിയ ആ നിമിഷം നിന്നെ കൊല്ലും ഞാൻ. എന്നിട്ട് സ്വയം കുത്തിച്ചാകും. നിന്റെ അമ്മയായിട്ട് ജീവിച്ചിരിക്കുന്നതിൽ നല്ലത് ബാലാമണിയുടെ പോറ്റമ്മയായിട്ട് മരിക്കുന്നതാ. എന്റെ ഈശ്വരന്മാരെ, പെറ്റു വീണപ്പോഴേ ഒരു തുണി നനച്ച് ഇവന്റെ മുഖത്തിട്ട് ഇവനെ അങ്ങ് കൊല്ലാൻ തോന്നിയില്ലല്ലോ എനിക്ക്. ഇറങ്ങടാ, ഇറങ്ങാൻ. കൊള്ളനും കൊലപാതകയ്ക്കും ഗുണ്ടയ്ക്കും ഒന്നും താമസിക്കാനുള്ള അല്ല എന്റെ വീട്. എന്റെ സമനില തെറ്റുന്നതിന് മുമ്പ് നീ എന്റെ മുമ്പിൽ നിന്ന് പോടാ. നേരോ നീ പടി ചവിട്ടരുത്. ലച്ചു, ഒരു മഹാഭാവി വീടൊഴിഞ്ഞു പോവുക. പാതിരാത്രിയായെന്ന് കണക്കാക്കണ്ട. ചോണകവെള്ളം തളിച്ച് ശുദ്ധമാക്കി വിടക്കെ ഈ വീട് മുഴുവൻ.
ഹലോ. എന്തായി സോളമ്മ? ഒരു വിവരവും അറിയാതെ ഞാൻ ആകെ ടെൻഷനില്ല. എനിക്കും വിവരങ്ങളൊന്നും കിട്ടിയില്ല കവിതേ. എന്തെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ അപ്പൊ തന്നെ ഞാൻ കവിതയെ വിളിച്ച് അറിയിച്ചേനെ. ഈ രാഘവനെ ഒന്ന് വിളിച്ചു നോക്ക് സോളമ്മ. വിളിച്ചു. പലതവണ ഞാൻ രാഘവനെ ട്രൈ ചെയ്തു, പക്ഷെ കിട്ടുന്നില്ല. ഫോൺ ഔട്ട് ഓഫ് കവറേജ് ഏരിയ. അതെന്താ? അയാള് റീച്ചിലില്ലേ സോളമ്മ? രാഘവന്റെ വീട് പെരുമ്പല്ലൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താ. പുറം ലോകത്തിന് അത്ര വലിയ ബന്ധമൊന്നുമില്ല ഈ സ്ഥലവുമായിട്ട്. അതൊരു തുരുത്താ. അവിടെയാണ് രാഘവനെങ്കിൽ ചിലപ്പോ ഫോണിന് റേഞ്ച് കാണില്ല. അപ്പോ അവിടെ ആയിരിക്കോ ബാലാമണി? അതാ നമുക്കറിയാത്തത്. എന്തായാലും ഈ രാത്രി നമുക്ക് വെയിറ്റ് ചെയ്യാം കവിതേ. നാളെ രാവിലെ അന്വേഷിക്കാം. ശരി. രാത്രി ഒരുപാട് ലേറ്റ് ആയിട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയാ എന്നെ ഫോണിൽ വിളിക്കരുത്. ഐ വിൽ കോൾ യു ടുമോറോ മോർണിംഗ്. ഓക്കെ, ഗുഡ് നൈറ്റ്. ഫോൺ ചെയ്ത് കഴിഞ്ഞോ? എന്തിനാ പുറത്തു പോയിന്ന് ഫോൺ ചെയ്തേ? വെറുതെ. പുറത്ത് നല്ല കാറ്റുണ്ടല്ലോ. ഈ രാത്രിയിൽ ആരെയാണ് ഇത്രയ്ക്ക് വിളിക്കാൻ? അനിയേട്ടനെ അല്ലാതെ ഞാൻ വേറെ ആരെ വിളിക്കാനാ ആനന്ദു? എനിക്കങ്ങനെ സുഹൃത്തുക്കൾ പോലും ഇല്ല. ഈ മൊബൈൽ ഫോൺ ചിലപ്പോ വല്ലാത്ത ശല്യ, പ്രത്യേകിച്ചും ഭാര്യയുടെ കൈക്കും ചെവിക്കും ഇടയിലിരിക്കുമ്പോ. അത് ഒരുതരം കോംപ്ലക്സാ. അതെ, ഇത്തരം കോംപ്ലക്സുകളുള്ള ഒരു സാധാരണ ഭർത്താവാണ് ഞാൻ. രാത്രിയില് വീടിന് പുറത്തല്ല, അകത്ത് എന്റെ മുറിയിലിരിക്കുന്ന ഭാര്യയാണ് എനിക്കിഷ്ടം. അതിനിപ്പോ ഇവിടെ എന്ത് സംഭവിച്ചെന്ന് ആനന്ദു? ഒരു മിനിറ്റ് ഞാൻ പുറത്തിറങ്ങി നിന്ന് സംസാരിച്ചു, അത്രയല്ലേ ഉള്ളൂ. അതെ, പക്ഷേ സെൽഫോണെ ഉപയോഗിക്കാത്തൊരു പെണ്ണിന്റെ കൂടെ ജീവിച്ചവനാ ഞാൻ. ഓ, അത് ശരി. ബാലാമണിയായിട്ട് കമ്പയർ ചെയ്യന്നെ അല്ലേ? കമ്പയർ ചെയ്തൊന്നുമല്ല, ഞാനൊരു സത്യം പറഞ്ഞതേ ഉള്ളൂ. ഈ സത്യം എന്നെ വല്ലാതെ വേദനിപ്പിച്ചു അനന്തു. ഇത് വേണ്ടിയിരുന്നില്ല, ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല. കവിത, അളിയ, ഞാൻ തെറ്റ് ചെയ്തു എന്നുള്ളത് ശരി തന്നെയാ. പക്ഷേ ഞാൻ തന്നെ അതിന് പരിഹാരം കാണാൻ ഓടി വന്നതുകൊണ്ടാണ് എല്ലാവരും എല്ലാം അറിഞ്ഞത്. വന്നില്ലായിരുന്നെങ്കിലോ ബാലാമണി അപകടത്തിലാവില്ലായിരുന്നോ? ഈ നാട്ടിലെ ആൾക്കാർ മുഴുവൻ വെറുക്കുന്നയാളാ ഞാൻ. നല്ല മനുഷ്യർക്കിടയിൽ കള്ളും കുടിച്ച് ബഹളമുണ്ടാക്കി ഭാര്യയെ തല്ലി നടക്കുന്ന ഒരാള്. പക്ഷേ എനിക്കുകൊണ്ട് രാഘവ നിന്നേക്കാളും അന്തസ്. ആരുടെ ശാപം ഞാൻ ഏറ്റുവാങ്ങിയിട്ടില്ല. കൊച്ചിന്റെ ഓപ്പറേഷന് വേണ്ടിയാണ്. അതിപ്പോ ഇതിനു മുമ്പൊക്കെയോ? എത്ര നാളായിടാ ഈ തൊഴിൽ തുടങ്ങിയിട്ട്? ഒരിക്കൽ അറിയാതെ വന്ന് പെട്ടു, പിന്നെ തിരികെ പോകാൻ പറ്റിയില്ല. ആ, നീ വീട്ടിലേക്ക് വാ. അമ്മ ആ ദേഷ്യത്തിന് പറഞ്ഞായിരിക്കും. വേണ്ട, അമ്മയ്ക്ക് എന്നോടുള്ള വെറുപ്പ് മാറാതെ ഞാൻ ഇനി വീട്ടിലേക്കില്ല. എടാ, നിനക്കൊരു മകനുണ്ടായാൽ അവൻ ഇങ്ങനെയൊക്കെ ആയാൽ നീ സഹിക്കുവോ? അതുപോലെയല്ലേ നിന്റെ അമ്മയും? എടാ, വൃത്തികെട്ടവനായി എനിക്ക് പോലും നിന്നോട് വെറുപ്പ് തോന്നുന്നു. പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം പറയണോ? അളിയ, ഞാനൊരു മനുഷ്യനല്ല അല്ലേ?
ഹലോ. എന്താ സോളമ ഇത്? ഇന്നലെ രാത്രി മുതൽ ഞാൻ അനുഭവിക്കുന്ന ടെൻഷനാ. നേരം വെളുത്തിട്ടിപ്പോ മണി 10 എന്തെങ്കിലും ഒരു വിവരം തന്നൂടെ തനിക്ക്? കവിതേ, ഞാൻ വെറുതെ വിളിച്ചിട്ട് എന്താ കാര്യം? രാഘവൻ ഇതുവരെ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. അങ്ങോട്ട് വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ഇന്നലെ പരിധിക്ക് പുറത്തായിരുന്നു. ഇന്നാണെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫാ. അയാൾ നമ്മളെ ചതിക്കുകയാണോ സോളമ? ഏയ്, അതിനുള്ള സാധ്യത കുറവാ. കാരണം അവൻ ആവശ്യം പണമാ. അഡ്വാൻസ് കൊടുത്തതല്ലാതെ കൂടുതലൊന്നും നമ്മളോട് വാങ്ങിച്ചിട്ടില്ലല്ലോ. പിന്നെ എന്താ സംഭവിച്ചത്? ഇനി വല്ല കുഴപ്പത്തിനും ചെന്ന് ചാടിയോ? എനിക്കും ചെറിയ സംശയമുണ്ട്. കവിത പേടിക്കണ്ട. പോലീസ് പിടിച്ചാൽ പോലും രാഘവൻ നമ്മുടെ പേര് പറയില്ല. അതിലൊക്കെ അയാളെ വിശ്വസിക്കാം. എനിക്ക് ബാലാമണിയെ കിട്ടിയോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. കിട്ടിയ ഞാൻ തന്നെ വന്ന് വേണമെങ്കിൽ അവളെ കൊല്ലാം. അത്രയ്ക്ക് ക്രിട്ടിക്കൽ സിറ്റുവേഷനിലാ ഞാൻ. അവളെങ്ങാനും ഈ അഴകത്ത് വന്ന് പെട്ട എന്റെ ജീവിതം തീർന്നു. എന്തായാലും നമുക്ക് കുറച്ച് സമയം കൂടി നോക്കാം കവിതേ. എനിക്ക് തോന്നുന്നത് നമ്മളെ വിളിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യത്തിലെ രാഘവനെന്നാ. അയാൾ താമസിക്കുന്ന സ്ഥലത്തിന്റെ പേരെന്താന്നാ പറഞ്ഞത്? പെരുമ്പല്ലൂര്. ഈ പെരുമ്പല്ലൂരിലുണ്ടാവോ അള്ള രാഘവനിപ്പോ? അതെനിക്കറിയില്ല. തനിക്ക് പെരുമ്പല്ലൂര് വരെ ഒന്ന് ചെന്ന് നോക്കിക്കൂടെ? അള്ള രാഘവൻ അവിടെ ഉണ്ടെങ്കിൽ വിവരങ്ങൾ അറിയാലോ. അറ്റ്ലീസ്റ്റ് അവളെ കണ്ടുപിടിച്ചു എന്നെങ്കിലും. ഈ പെരുമ്പല്ലൂരെന്ന് പറയുന്നത് വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു തുരുത്താ. എത്തിപ്പെടാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാ. എന്തായാലും ഉച്ചവരെ നമുക്ക് നോക്കാം. ആ നോക്കാം. ആ പക്ഷേ അത് കഴിഞ്ഞ സോളമനെ അന്വേഷിച്ച് ചെല്ലണം. തീർച്ചയായും. ശരി. നിനക്കെന്താ ഒരു വെപ്രാളം പോലെ? ഏയ് ഒന്നുമില്ല. നീ ബാലാമണിയെ കുറിച്ചല്ലേ ഇപ്പൊ ആലോചിച്ചത്? ഹോ പിന്നെ എനിക്ക് വേറെ 100 കൂട്ടം കാര്യങ്ങളുണ്ട്. അപ്പോഴല്ലേ ഒരു ബാലാമണി. ഒന്ന് പോകുന്നുണ്ടോ? സത്യം പറ, നീ എന്താ ചെയ്തത് ബാലാമണിയെ? ഞാൻ പുഴുങ്ങി തിന്നു. എന്താ ഇതെന്തൊരു ശല്യം ഇത്? ക്ഷമ ചോദിച്ചാലൊന്നും തീരുന്ന തെറ്റല്ല ഞാൻ ചെയ്തതെന്ന് എനിക്കറിയാം. പക്ഷേ അതല്ലാതെ ഞാൻ എന്താ ചെയ്യുക? രാഘവന്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. ഗുണ്ടകൾ ഹൃദയമില്ലാത്തവരാണെന്ന് വിശ്വസിക്കുന്ന ഒരാളൊന്നും അല്ല ഞാൻ. ജന്മം കൊണ്ട് ആരും തെമ്മാടിയാവുന്നില്ല. പക്ഷേ കർമ്മം കൊണ്ട് ചിലപ്പോൾ അങ്ങനെ ആയി പോകുന്നതാ. സമൂഹം പിന്നെ അവർക്ക് നന്നാവാൻ ഒരവസരം കൊടുക്കൂല. എന്റെ കാര്യം ഓർത്ത് രാഘവൻ വിഷമിക്കരുത്. രാഘവൻ എന്നോട് ചെയ്യുന്ന തെറ്റുകൾ മുഴുവൻ ഞാൻ ക്ഷമിക്കാം. പകരം രാഘവൻ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം. ചെയ്യോ? പറഞ്ഞാ മതി, അത് നടന്നിരിക്കും. രാഘവൻ ഇനി ഒരിക്കലും ആയുധം എടുക്കരുത്. രാഘവന്റെ കുഴപ്പം കൊണ്ട് ഒരാളുടെയും കണ്ണ് നിറയരുത്. ഈ ഒരൊറ്റ കാര്യം രാഘവൻ എനിക്ക് വാക്ക് തരണം. രാഘവന് ഞാൻ അന്യ പെണ്ണല്ല, രാഘവന്റെ അനിയത്തിയാ. എന്റെ ഈ നെറുകയിലിരിക്കുന്നത് കൂടെ പിറക്കാതെ പോയ ഒരു ഏട്ടന്റെ കയ്യാ. എനിക്ക് വാക്ക് താ.